പ്രഭാത കാഹളം യേശുവിനോട് കൂടെ ഒരു നിമിഷം. എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 22-ാം വാക്യം. നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയത്തിൽ തളിക്കപ്പെട്ടവരും ശുദ്ധ വെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം എങ്ങനെയാണ് പ്രാർത്ഥനയ്ക്കായി ചെല്ലേണ്ടത് എന്നുള്ളതിന് ഒരു വലിയ ദൃഷ്ടാന്തമാണ് നമുക്കിന്ന് കാണിച്ചു തന്നിരിക്കുന്നത്. നാം ദുർമനസാക്ഷി നീങ്ങുമാറ്, അതായത് നല്ല മനസാക്ഷിയോട് കൂടി വേണം, ഹൃദയശുദ്ധിയോട് കൂടി വേണം ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ചെല്ലേണ്ടത്. അങ്ങനെ ചെല്ലുന്നവർക്കാണ് തുടർന്ന് പറഞ്ഞിരിക്കുന്ന വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പ്രാപിക്കുവാനും പരമാർത്ഥ ഹൃദയം പ്രാപിക്കാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ ദുർമനസാക്ഷി ഇല്ലാതെ ശുദ്ധ ഹൃദയത്തോടു കൂടി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം, അതായത് ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ ദൈവം എനിക്ക് മറുപടി നൽകും, ലഭിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിപ്പിക്കുന്ന എന്നാണ് തിരുവചനം നമ്മളെ ഓർപ്പിക്കുന്നത്. അപ്പം പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോട് അടുത്ത് ചെല്ലുക, അതായത് ദുർമനസാക്ഷി നീങ്ങിയ പരമാർത്ഥ ഹൃദയത്തോടു കൂടി നാം ദൈവസന്നിധിയിൽ അടുത്ത് ചെന്നാൽ വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം കണ്ട് ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകും. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയത്തോടു കൂടി അങ്ങയുടെ സന്നിധിയിൽ അടുത്ത് വരുവാൻ, ദുർമനസാക്ഷി ഇല്ലാത്തവരായി അങ്ങയുടെ സന്നിധിയിൽ അടുത്ത് വരുവാൻ നിന്റെ മക്കളെ സഹായിക്കണമേ. അങ്ങനെ അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി നൽകണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. തിരുരക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ. പ്രാർത്ഥനയ്ക്ക് മറുപടി കൊണ്ട് വീണ്ടും നമുക്ക് കൂടി വരാം.